ഇന്ന് രാവിലെ 6:30 എഴുന്നേറ്റ് ഞാൻ ഇന്ന് എൻ്റെ ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് ഒരിടം വരെ പോവാണേ. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഈ കാപ്പിരി മുടി ഒന്ന് നീട്ടിയെടുക്കാൻ. എഴുന്നേറ്റ് ആദ്യം വന്ന് കഥ തുറന്നപ്പം നേരം പരപരാ വിളിക്കുന്നതേ ഉള്ളൂ. പിന്നെ നേരെ പോയി അങ്ങ് കുളിച്ച് ഒരുങ്ങി ഞാനങ്ങ് ഇറങ്ങി കേട്ടോ. രാവിലെ ഞാൻ കുളിച്ചൊരുങ്ങി ഇറങ്ങിയപ്പം അച്ഛൻ പാല് വാങ്ങിക്കാൻ എൻ്റെ സ്കൂട്ടറുമായിട്ട് പോയി. പിന്നെ നടന്ന് ബസ് സ്റ്റോപ്പ് വരെ വേണ്ട ഒരു അവസ്ഥയായിപ്പോയി എനിക്ക് കേട്ടോ. അങ്ങനെ ബസ് കയറി ഞാൻ അടൂർ വന്നിറങ്ങി. അവിടെ നിന്ന് അടുത്ത ബസ്സും കയറി ഞാൻ കൊട്ടാരക്കര വന്നിറങ്ങി. കൊട്ടാരക്കരയുള്ള അഷ്ടമുടിയിലാണ് ഞാൻ വന്നത് കേട്ടോ. ഇവിടെ എനിക്കറിയുന്നൊരു ചേച്ചിയുണ്ട്, നിഷ എന്ന പുള്ളിക്കാരുടെ പേര്. എൻ്റെ കൊച്ചൊക്കെ എൻ്റെ മുടിയുണ്ടല്ലോ കുനുകുനാന്നുള്ള ചുണ്ടമുടിയായിരുന്നു. നീണ്ട മുടിയുള്ളവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയായിരുന്നു. പിന്നെ ഞാൻ വളർന്നു തുടങ്ങിയപ്പം ആൾക്കാരൊക്കെ മുടി സ്ട്രൈറ്റ് ചെയ്യുക സ്മൂത്തനിങ് ചെയ്യുന്നത് കണ്ടപ്പം എനിക്കിതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ആഗ്രഹത്തിൻ്റെ പുറത്ത് എൻ്റെ മുടി സ്ട്രൈറ്റ് ചെയ്ത് കേട്ടോ. അതെൻ്റെ ആൾ പറ്റിക്കുകയും ചെയ്ത് ഒരു ചേച്ചി ചെയ്തതെന്നൊക്കെ പറഞ്ഞ് പൈസയും വാങ്ങി എനിക്ക് മുടി സ്ട്രൈറ്റ് ചെയ്ത് അത് അപ്പോൾ ഒന്ന് കിടന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം വീണ്ടും പഴയതുപോലെ ആയിപ്പോയി. പിന്നാണ് കേട്ടോ എനിക്ക് നിഷ ചേച്ചിയെ കൂട്ടായിട്ട് കിട്ടിയത്. പിന്നെ പുള്ളിക്കാരി വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് എവിടെയാണോ അങ്ങോട്ടേക്ക് ഒരു ഓട്ടമാണ് ഞാൻ. എനിക്ക് ഇങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്താലൊന്നും അങ്ങനെ മുടി കൊഴിച്ചിലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആണോ എന്നും എനിക്കറിയത്തില്ല. അതുപോലെ ഇവരുടെ സലൂണിൽ ഇടയ്ക്കിടയ്ക്ക് ഓഫർ വരാറുണ്ട് കേട്ടോ. ഞാൻ 5,900 എൻ്റെ ഇത്രയുള്ള മുടി ഇങ്ങനെയാക്കി എടുത്തത്. നമ്മുടെ നാട്ടിലൊക്കെ തിരക്കിയപ്പം 10, 12 ആ റേഞ്ചിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്നിരുന്നാലും ഇത് ഓഫറാണെന്ന് പറഞ്ഞാൽ പോലും നല്ല ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. എനിക്കിത് ചെയ്താലും 6 മാസത്തോളം മുടി നല്ല സെറ്റായിട്ട് തന്നെ കിടക്കാറുണ്ട്. ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ മുടിയൊക്കെ നീട്ടി സുന്ദരിയായിട്ട് ഞാൻ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡിൽ കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ച് അടൂർ വരെ എത്തി കേട്ടോ. ബസ്സിലുണ്ടായിരുന്ന ഷോ. അങ്ങനെ അടൂരെത്തി കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി ഞാൻ ബസ് കയറാൻ റോഡ് ക്രോസ് ചെയ്ത് വീണ്ടും അടുത്ത ബസ്സിൽ കയറി ഞങ്ങളുടെ നാട്ടിലെത്തിയേ. അവിടെ എത്തിയപ്പം നല്ല മഴക്കോള്. ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഞാൻ മുടി ഇതേപോലെ ചെയ്യാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. വഴിയിൽ മുടി മഴ നനഞ്ഞ് ആ കുളമായിട്ടായിരുന്നു വീട്ടിലെത്തിയത്. പക്ഷേ ഇന്ന് എന്തായാലും മഴ എന്നെ ചതിച്ചില്ല. അങ്ങനെ വീട്ടിലെത്തി ബാക്കി ഷോ കണ്ണാടിക്ക് മുന്നിലായിരുന്നു കേട്ടോ. അത് പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ ആണല്ലോ. അങ്ങനെ ഷോയൊക്കെ കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. നേരെ പോയി ചോറെടുത്ത് നോക്കിയപ്പോൾ നല്ല ഒന്നൊന്നര അയിലക്കറി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വലിയ 2 തല ഉണ്ടായിരുന്നു. അതിൽ വലിയ തല നോക്കി ആദ്യമേ ഞാനിങ്ങനെ എടുത്ത് കേട്ടോ. പിന്നെ മുളക് കറി ഉണ്ടായിരുന്നു, തോനുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വന്നു. അതുകൊണ്ട് പിന്നെ പോയി കിടന്നു ഉറങ്ങി.